അതെ, ഇത് ഓവറാണ്. പക്ഷേ ഇത് അത്രക്ക് ഓവറാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയെ 3 സെക്ഷനായി തിരിക്കാം. ഇതിന്റെ ഡയറക്ടർ മോഹിത് സഹോരി സ്റ്റൈൽ. ഡയറക്ടർ മോഹിത് സഹോരി ഇദ്ദേഹം എടുക്കുന്ന പടങ്ങൾക്കൊക്കെ ഒരേ ഫോർമുലയാണ്. അതായത് ബ്രോക്കൺ ലവ്, സോൾഫുൾ മ്യൂസിക്, ട്രാജഡി എൻഡിങ്. അതാണ് ഇദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ. ഉദാഹരണത്തിന് ആഷിക്കി 2, ഏക് വില്ലൻ, ഹമാരി അധൂരി കഹാനി എല്ലാം സെയിം പാറ്റേൺ. സെക്കൻഡ് സെക്ഷൻ മലയാളികൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടമില്ലാത്തത്? സയ്യാറയിലും ഇതേ സ്റ്റോറി തന്നെ. പെയിൻഫുൾ ആയ ഒരു ഹീറോ, ട്രാജഡിയിലുള്ള ഒരു ഹീറോയിൻ, പിന്നെ സ്ലോ മോഷൻ റെയിൻ ഷോട്ട്സ്. ഇതെല്ലാം കൂടി പ്രെഡിക്റ്റബിൾ ആകുന്നു. മലയാളി ഓഡിയൻസ് ഇതിനകം ഇതേ ഫോർമുലയിലുള്ള ഒരുപാട് സിനിമകൾ കണ്ടതാണ്. പക്ഷെ അത് മാത്രമാണോ ഈ സിനിമയെ വെറുക്കാൻ കാരണം? അല്ല. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു. സിനിമയെ ട്രോളിക്കൊണ്ടല്ല, ഈ സിനിമ കണ്ട് നോർത്ത് ഇന്ത്യയിലെ കുറെ ചപ്രി ആൾക്കാർ ഓവർ റിയാക്ട് ചെയ്യുന്ന പല വീഡിയോസും ഇൻസ്റ്റയിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. സോ ഈ സിനിമ കാണുമ്പോൾ അവർ കാണിച്ച അത്ര ഹൈപ്പൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ മാത്രമല്ല, അതും ഏകദേശം സത്യമാണ്. പടം അടിപൊളിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതത്ര മോശവുമല്ല. മൂന്നാമത്തെ സെക്ഷൻ ആയിട്ട് പക്ഷേ പടം അത്രയ്ക്ക് മോശമാണോ അല്ലേ? ഫെയർ ആയി പറഞ്ഞാൽ സയ്യാറ മോശം പടമല്ല. സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഫീൽ ഷോട്ട്സ് അതെല്ലാം നന്നായി തന്നെ എടുത്തിട്ടുണ്ട്. മോഹിത് സഹോരി ഇമോഷണൽ ഫീൽ കൺവേ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തും. അതുകൊണ്ട് മലയാളികൾക്ക് കണക്ട് ആകാതെ പോയാലും ഫീൽ ഉണ്ടാകുന്നവർക്ക് ഇത് പ്യുവർ ഇമോഷണൽ മൂവി ആണെന്ന് തോന്നും. പക്ഷേ ഇതാണോ ഈ സിനിമ? അല്ല. 2004 പുറത്തിറങ്ങിയ കൊറിയൻ സിനിമ എ മൊമെന്റ് ടു റിമെമ്പർ എന്നതിന്റെ കോപ്പി മാത്രമാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇതൊരു ദേജാവു ഫീൽ തന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ സിനിമ എ മൊമെന്റ് ടു റിമെമ്പർ എന്ന സിനിമയുടെ അയലത്ത് വന്നില്ലെങ്കിലും അത് കാണാത്തവർക്ക് എന്തുകൊണ്ടും ഏറ്റവും ഒരു അടിപൊളി സിനിമയായിട്ട് തോന്നും. ആദ്യം ഈ സിനിമ ഒന്ന് പോയി കാണുക, എന്നതിന് ശേഷം മാത്രം ഇതിനെ പറ്റി എന്തെങ്കിലും പറയാം.